അപാകതകളുണ്ടെങ്കിൽ അത് പരിഗണിക്കും, പരിശോധിക്കും. എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി ആദ്യം താങ്കളുടെ സ്റ്റാഫിന്റെ നിയമനത്തിൽ പിന്നെ രാജി വാങ്ങിക്കേണ്ടി വന്നു. ഇപ്പോൾ ലീഡറിന്റെ കാര്യത്തിൽ രാജി വാങ്ങിക്കേണ്ടതല്ല, രാജി വക്കിയത്. എങ്ങനെയാലും ചോദിച്ചാലും പറഞ്ഞാലും മൊത്തം തീരുമാനത്തിൽ ഒരു ഷാർപ്നെസ് അല്ല, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നു. ആരംഭമല്ലേ ഇത്രയും കാലം പ്രതിപക്ഷം ആയിരുന്ന സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണ്ണപ്പാളി കേസിലൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നതാണ് കോൺഗ്രസ്. പക്ഷേ അങ്ങനെ ഒരു കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അത് പാർട്ടിക്ക് തന്നെ അതെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. ഇതൊരു പിശകായി തോന്നുന്നുണ്ടോ? അത് ദേവസ്വം മന്ത്രിയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് അദ്ദേഹമായിട്ട് ആലോചിക്കാൻ നമുക്ക്. മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രധാനമായും ഉയർന്ന ചോദ്യം ഈ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ലീഡറായി ഈ സ്മാർട്ട് സ്റ്റേഷൻ അഭിഭാഷണം വന്നത് എങ്ങനെയെന്നുള്ളതായിരുന്നു. ആലോചിക്കാൻ പറയാം എന്ന സ്ഥിര മറുപടി തന്നെയാണ് സണ്ണി ജോസഫ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരാൾ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സെക്കൻഡ് രാജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.